രാഹുലിന്റെ രാജിയുടെ ആഘാതത്തിൽ നിന്ന് കരകയറാൻ തിരക്കിട്ട നീക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. രാഹുലിനെതിരായ പരാതികളിൽ അന്വേഷണം ഉണ്ടാകും. പുതിയ അധ്യക്ഷനായി ബിനു ചുള്ളിയിൽ, അബിൻ വർക്കി, കെ എം അഭിജിത്ത് എന്നിവരാണ് പരിഗണനയിൽ ഉള്ളത്. റോഷിപാലിലേക്ക് വീണ്ടും പോവുകയാണ്. റോഷിപാൽ, പാർട്ടിയെ സംബന്ധിച്ച് ഇതൊരു അഭിമാന നിമിഷമാണ്, അഭിമാനം സംരക്ഷിക്കേണ്ട ഒരു നിമിഷമാണ്. പാർട്ടി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത്. പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു, ഇപ്പോൾ രാജിവെച്ച് മാറുകയും ചെയ്തു. പാലക്കാട് ഷാഫി പറമ്പിൽ മാറിയപ്പോൾ അവിടെ ഉയർത്തിക്കൊണ്ടുവന്ന നേതാവ്, അവിടെ MLA ആക്കി കൊണ്ടുവന്ന നേതാവ്. അപ്പോൾ ഇതിൽ ഒരു മാനം രക്ഷിക്കുക എന്നുള്ളൊരു ആവശ്യം കൂടി പാർട്ടിയെ സംബന്ധിച്ച് ഇടത്തോളം ഉണ്ട്. അപ്പോൾ പാർട്ടിയുടെ നീക്കം ഇനി എങ്ങനെയായിരിക്കും? പകരം അധ്യക്ഷനായി ആരെയൊക്കെ പരിഗണിക്കുന്നുണ്ട്? വിനേഷ്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയമാണ്. ആ സമയത്ത് എതിരാളികൾക്ക് രാഷ്ട്രീയ ആയുധം കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ രാഹുലിനെതിരെ നടപടിയെടുക്കുക എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തുകയും KC വേണുഗോപാലിന്റെ നിർദ്ദേശപ്രകാരമാണ് രാജിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. ഏതായാലും കോൺഗ്രസ് നേതൃത്വം ഇത് സംബന്ധിച്ച് അന്വേഷണത്തിന് ഒരു തീരുമാനമെടുക്കാനാണ് സാധ്യത. ഒരുപക്ഷെ പ്രത്യേക കമ്മിറ്റിയെ നിശ്ചയിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അച്ചടക്ക സമിതി ചെയർമാൻ കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് അന്വേഷണ ചുമതല നൽകാനാണ് സാധ്യത. കാരണം ഇനി ആരോപണങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യത ഉൾപ്പെടെ കാണുന്നുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ പലരും അതിൻ്റെ സൂചനകൾ നൽകുന്ന ഒരു പശ്ചാത്തലം. അതേസമയം തന്നെ രാഹുലിന് പകരക്കാരനായി അധ്യക്ഷ പദവിയിലേക്ക് ആര് വരുമെന്നുള്ള ചർച്ചകളും കോൺഗ്രസിനകത്ത് സജീവമായി. ഏറെ താമസിയാതെ തന്നെ പുതിയ അധ്യക്ഷൻ യൂത്ത് കോൺഗ്രസിനെത്തും. അതിൽ നിലവിലെ ഉപാധ്യക്ഷൻ ബിനു ചുള്ളിയിൽ, ഒപ്പം അബിൻ വർക്കി എന്നിവരാണ് കൂടുതൽ പരിഗണിക്കപ്പെടുന്നത്. ഒപ്പം തന്നെ മുൻ NSU ദേശീയ ജനറൽ സെക്രട്ടറി KM അഭിജിത്ത്, ഒപ്പം യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ കോർഡിനേറ്റർ ആയിരുന്ന JS അഖിൽ അടക്കമുള്ള നേതാക്കളുടെ പേരുകളും പരിഗണിക്കപ്പെടുന്നുണ്ട്. ഇതിൽ പക്ഷേ ബിനു ചുള്ളിയിലാണ് കൂടുതൽ പരിഗണന ലഭിക്കുന്നത്. ഏതായാലും ഏറെ താമസിയാതെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ ദേശീയ നേതൃത്വം പ്രഖ്യാപിക്കും.